ഹായ് മുകുന്ദ, സുഖാണോ? സുഖാണ് സർ. സുഖാണ്. നാടൊക്കെ എവിടെയാണ്? നാട് പാലക്കാടാണ്. പാലക്കാടാണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്. ഓക്കെ. അവോധയിൽ ഏത് കോഴ്സായിരുന്നു മുകുൽദാസ് എടുത്തിരുന്നത്? ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റിങ് എടുത്തത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? കുഴപ്പമില്ല സർ, നല്ല ക്ലാസ് ആയിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു. ആയിരുന്നില്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എങ്ങനെയായിരുന്നു പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു അവോധയെ പറ്റി ആദ്യം അറിഞ്ഞത്? അവരെ പറ്റി ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയത്തിന് പരസ്യം കണ്ടിട്ട് തന്നെ അറിഞ്ഞ, പിന്നെ അതിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ പേജിലൊക്കെ പോയി നോക്കിയായിരുന്നു. അപ്പൊ അതിലൊക്കെ ഓക്കെ. എല്ലാവരും ഏകദേശം 70% പോസിറ്റീവ് തന്നെയാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത ഞാൻ. അങ്ങനെ ആയിരുന്നല്ലേ ജോയിൻ ചെയ്തത്? അപ്പോ തുടക്കത്തിൽ ഒരു 2800 എന്നുള്ള ഒരു ഫീ കേട്ടപ്പോ മുകുൽദാസിന് എന്നാ ആദ്യമായിട്ട് തോന്നിയത്? ഞാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ചെറിയൊരു എമൗണ്ട് അവർക്ക് ജോലി വാഗ്ദാനം അതിനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ബട്ട് എന്തായാലും കോഴ്സ് എന്തായാലും ചെയ്യാം എന്ന രീതിക്ക് ഞാൻ ചെയ്തത്. ഓക്കെ ആണല്ലേ. അപ്പൊ ഇന്റേൺഷിപ്പ് ആയിട്ട് കയറിയ കമ്പനി ഏതായിരുന്നു? ഇന്റേൺഷിപ്പ് ആയിട്ട് ഞാനിപ്പോ പാലക്കാട് തന്നെ വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലേ. എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്റേൺഷിപ്പ് നല്ല സപ്പോർട്ടിങ് തന്നെയാണ്. നല്ല സപ്പോർട്ടിങ് ആണല്ലേ. ഇപ്പൊ മുകുൽദാസ് ഒരു തുടക്കക്കാരനായിട്ടല്ല അവിടെ കയറിയത്. അപ്പൊ തുടക്കത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയുണ്ട് സഹപ്രവർത്തകരൊക്കെ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തുടക്കം പറയാൻ എല്ലാവരും അവിടെ സപ്പോർട്ട് തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു മറ്റുള്ള കമ്പനി പോലെ പ്രഷറിംഗ് ഒന്നുമില്ല. എന്തായാലും സപ്പോർട്ട്, അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുകുൽദാസിന്? അതെ. അപ്പൊ എങ്ങനെയായിരുന്നു ക്ലിയർ ചെയ്തിരുന്നത്? അത് ഞാൻ നമുക്കൊരു കൺഫ്യൂഷൻ സെക്ഷനിൽ ഉണ്ടായിരുന്നു. അതിൽ പോയി അപ്പൊ തന്നെ നമുക്ക് സ്പോട്ടിൽ അത് ക്ലിയറൻസ് ചെയ്ത് തരുമായിരുന്നു. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ അല്ലെ. അതെ. പിന്നെ പഠിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ചില സമയത്ത്? എന്തെങ്കിലും വീഡിയോസിന് വല്ല പോരായ്മകളോ കാര്യങ്ങളോ അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിലും നമുക്ക് ടെക്നിക്കലായിട്ട് അപ്പൊ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവോധയുടെ ഭാഗത്തുണ്ടായിരുന്ന ലൈവ് പ്രതികരണങ്ങളൊക്കെ ആ സെക്ഷൻ ഒരു സമയത്ത്? സപ്പോർട്ട് ചെയ്ത് ലൈവ് സെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ 7 മണി വരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൽ കയറാൻ പറ്റുമായിരുന്നു. കയറാൻ പറ്റുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രതികരണങ്ങളൊക്കെ അവോധയുടെ ഭാഗത്ത് നിന്ന്? അതുകൊണ്ട് നല്ല സപ്പോർട്ട് തന്നെയാണ് അവോദര. ഈ നിമിഷം വരെ ഞാൻ പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവോദര സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ല സപ്പോർട്ട് തന്നെയാണ്. അതെന്നും മുകുൽദാസിന്റെ കൂടെ ഉണ്ടാവും. ജാപ്പ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു മുകുൽദാസ്? ജാബ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പോഴും അറ്റൻഡ് ചെയ്ത് തന്നെ ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ജാപ്പ് സെക്ഷനൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ? ഒക്കെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. കാരണം ഒരിക്കലും ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ജാപ്പിലൂടെ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. കോൺഫിഡൻസ് വന്നല്ലേ. പിന്നെ മോക്ക് ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൂക്കിന്റെ അടിപൊളി. കാരണം ഒരു മൂക്ക് ഞാൻ ചിലപ്പോൾ മൂക്കിന്റെ ഒക്കെ എന്തായാലും ഫെയിൽ ആവുന്ന വിചാരിച്ചു. ബട്ട് എന്തായാലും അതിൽ പല സെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മറിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ. ഒരു ഒന്നിലധികം അല്ലെങ്കിൽ 10ലധികം. ഒരു ഇന്റർവ്യൂ ഒക്കെ ഫിയർ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ? അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല പേടി. ബട്ട് ജാബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതോടെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. ആരായാലും കോൺഫിഡൻസ് പെട്ടെന്ന്. വന്നല്ലേ. ഓക്കെ ഓക്കെ. ഇനി മുകുൽദാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ മുകുൽദാസിന്റെ ഒരു കൂട്ടുകാരൻ മുകുൽദാസിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഹോസ്പിറ്റൽ മാനേജർ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മുകുൽദാസ് അപ്പൊ അവരോട് എന്താണ് തിരിച്ചു പറയാ? ഹോസ്പിറ്റലിൽ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവോധ തന്നെ ചൂസ് ചെയ്യണം ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ. താങ്ക് യു മുകുൽദാസ്. അവസാനമായിട്ട് മുകുൽദാസിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഓൾറെഡി നമ്മൾക്ക് നിറയെ സ്റ്റുഡൻസ് അവോധയിൽ ഉണ്ട്. ഇനി അവോധയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടം പോലെ കുറെ നിറയെ പേരുണ്ട്. അവരൊക്കെയാണ് ഈ വീഡിയോസ് നമ്മുടെ ഓൺലൈൻ മീഡിയാസിലൂടെ ഒക്കെ കാണുന്നത്. അപ്പൊ അവരോട് മുകുൽദാസിന് എന്താണ് പറയാനുള്ളത്? അവരോട് പറയണ എന്തായാലും, കാരണം ഒരു ലൈഫിൽ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ടൈം കോഴ്സിൽ നമുക്കൊരു പെട്ടെന്നൊരു ജോബ് നേടുക എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് അവോധ തന്നെയാണ്. ഇപ്പൊ ഞാൻ അനുഭവത്തോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവോധയോടെ തന്നെയാണ്. ഇനി എനിക്കറിയുന്ന കൂട്ടുകാരായാലും അവരും വരുന്നത് അവോധയോടെ തന്നെയായിരിക്കും. അപ്പൊ താങ്ക് യു മുകുൽദാസ്, ഇത്രയും നേരം ഈ വർക്കിന്റെ ഇടയിൽ പോലും നമ്മളോട് സംസാരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ജോയിൻ വിത്ത് അസ്.